മെന്റൽ സ്ട്രെങ്ത് സീരീസിന്റെ കഴിഞ്ഞ വീഡിയോയിൽ തോട്ട് അവയർനെസ്സിനെ കുറിച്ച് നാം മനസ്സിലാക്കി. മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ നിരീക്ഷിക്കാൻ പഠിച്ചു. എന്നാൽ ചില ചിന്തകൾ വീണ്ടും വീണ്ടും വന്ന് നമ്മെ അസ്വസ്ഥരാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചിന്ത തുടർച്ചയായി അലട്ടുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും? അവിടെയാണ് നാം ചിന്തകളെ റീഫ്രെയിം ചെയ്യാൻ പഠിക്കുന്നത്. സൈക്കോളജിയിൽ കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് എന്ന് പറയുന്ന ഒരു പവർഫുൾ ടൂളാണിത്. ഒരു സാഹചര്യത്തെ കാണുന്ന രീതിയെ മാറ്റുക. കാരണം പലപ്പോഴും നമ്മെ വിഷമിപ്പിക്കുന്നത് സാഹചര്യമല്ല, ആ സാഹചര്യത്തെക്കുറിച്ച് നമ്മുടെ മനസ്സ് പറയുന്ന കഥയാണ്. നമ്മുടെ മനസ്സ് ചിലപ്പോൾ കാര്യങ്ങളെ കാണുന്നത് വളച്ചൊടിച്ചാകാം. ഉദാഹരണത്തിന്, ഒരു ജോലിയിൽ ചെറിയ തെറ്റ് പറ്റുമ്പോൾ ഞാനൊരു പരാജയമാണ് എന്ന് മനസ്സ് പറയും. ഇതൊരു ഡിസ്റ്റോർട്ടഡ് തോട്ടാണ്. റീഫ്രെയിമിംഗ് എന്നാൽ ഈ ചിന്തയെ മാറ്റി യാഥാർത്ഥ്യബോധത്തോടെ അതിനെ മറ്റൊരു രീതിയിൽ കാണലാണ്. ഞാൻ പരാജയമല്ല, ഈ ജോലിയിൽ എനിക്കൊരു തെറ്റുപറ്റി, പക്ഷെ അതെനിക്ക് തിരുത്താവുന്നതേയുള്ളൂ എന്ന് ചിന്തിക്കുന്നത് പോലെ. ഇതെങ്ങനെ പ്രാക്ടിക്കലായി ചെയ്യാം? നമുക്കൊരു ഉദാഹരണ സഹിതം നോക്കാം. നിങ്ങൾ അയച്ച ഒരു മെസ്സേജിന് നിങ്ങളുടെ സുഹൃത്ത് കുറേ നേരമായി മറുപടി തരുന്നില്ല എന്ന് കരുതുക. നിങ്ങളുടെ മനസ്സ് ഉടനെ ഇങ്ങനെ ചിന്തിക്കും: അവൾക്ക് എന്നോടെന്തോ ദേഷ്യമുണ്ട്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? പിന്നെ ഈ ചിന്ത നിങ്ങളെ അസ്വസ്ഥമാക്കാൻ തുടങ്ങും. ഇതിനെ നമുക്ക് ഇങ്ങനെ 3 സ്റ്റെപ്പിലൂടെ റീഫ്രെയിം ചെയ്യാം. ക്യാച്ച് ഇറ്റ്. അവൾക്ക് എന്നോട് ദേഷ്യമാണ് എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുകയാണ് എന്ന് തിരിച്ചറിയുന്നത്. ചെക്ക് ഇറ്റ്. ഇതൊരു വസ്തുതയാണോ? മറുപടി തരാൻ വൈകി എന്നതുകൊണ്ട് അവൾക്ക് ശരിക്കും എന്നോട് ദേഷ്യമാണ് എന്നാണോ? അതോ ഇതെന്റെ വെറും തോന്നലാണോ? അവൾക്കൊന്നുകിൽ തിരക്കാണെങ്കിലോ? ചേഞ്ച് ഇറ്റ്. അവൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവാൻ ഒന്നും പ്രത്യേകിച്ച് സംഭവിച്ചിട്ടില്ല. അവൾ മറ്റെന്തെങ്കിലും കാര്യത്തിൽ തിരക്കിലായിരിക്കും. ഫ്രീ ആവുമ്പോൾ തീർച്ചയായും അവൾ മറുപടി തരും. നോക്കൂ, ചിന്ത മാറിയപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലെ ആ അനാവശ്യ ഭാരവും അസ്വസ്ഥതയും മാറി, അല്ലേ? ഇതാണ് റീഫ്രെയിമിങ്ങിന്റെ ശക്തി. ചിന്തകളുടെ മേൽ നമുക്ക് ലഭിക്കുന്ന ചെറിയൊരു വിജയം. ഇന്ന് നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി ഇതാണ്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നെഗറ്റീവ് ചിന്തയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരം ഒരു ചിന്ത വന്നാൽ അത് എഴുതി വെക്കുക. പിന്നെ സ്വയം ചോദിക്കുക: ഇത് ശരിക്കും വസ്തുതയാണോ, അതോ എൻ്റെ മാത്രം ധാരണയാണോ? ആരോഗ്യകരമായ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ എനിക്കത് കാണാൻ സാധിക്കുമോ? അതിനുശേഷം ആ ചിന്തയെ റീഫ്രെയിം ചെയ്യുക. ഇങ്ങനെ ദിവസവും ഒരു ചിന്തയെങ്കിലും റീഫ്രെയിം ചെയ്തു നോക്കൂ. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മെന്റൽ സ്ട്രെങ്ത് എത്രത്തോളം മാറുന്നുവെന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടും. ഓർക്കുക, മെന്റൽ സ്ട്രെങ്ത് എന്നത് നെഗറ്റീവ് ചിന്തകൾ ഇല്ലാതാക്കുന്നതല്ല, അവയെ തിരിച്ചറിഞ്ഞ് ചോദ്യം ചെയ്ത് കൂടുതൽ ശക്തമായ ഒരു കാഴ്ചപ്പാട് തിരഞ്ഞെടുക്കാൻ പഠിക്കുന്നതാണ്. മെന്റൽ സ്ട്രെങ്ത് പരിശീലിച്ചെടുക്കാവുന്ന ഒരു സ്കില്ലാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.